അപ്പൊ നികൃഷ്ടജീവി അല്ലെ, പരമാവധി, കുലംകുത്തി, ചെറ്റ. പണ്ട് താമരശ്ശേരി ബിഷപ്പിനെ വിളിച്ചു നികൃഷ്ടജീവി. എന്തൊരു മനോഹരമായ വാക്കാണ്. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളായ NK പ്രേമേന്ദ്രൻ അദ്ദേഹം വിളിച്ചു പരനാറി. ആഹാ, എന്തൊരു മനോഹരമായ വാക്കാണ്. ഇപ്പോൾ 50 കൊല്ലക്കാലം ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ്, ഉത്തമ കമ്മ്യൂണിസ്റ്റ് G. സുധാകരനെ ചെറ്റനാണ് വിളിച്ചത്. പിന്നെ പണ്ട് TP ചന്ദ്രശേഖരന് കുലംകുത്തി. അപ്പൊ നികൃഷ്ടജീവി അല്ലെ, പരമാവധി, കുലംകുത്തി, ചെറ്റ. ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഭാഷാ പണ്ഡിതനുള്ള ഒരു അവാർഡിന് വേണ്ടി ശുപാർശ ചെയ്യും. മലയാള ഭാഷയ്ക്ക് ഇത്രയും മനോഹരമായ വാക്കുകൾ സംഭാവന ചെയ്ത പണ്ഡിതരായിരുന്ന EMS അച്യുതമേനോനും പറ്റിയിട്ടില്ല, പനമ്പള്ളി ഗോവിന്ദനും പറ്റിയിട്ടില്ല. അവരൊക്കെ വലിയ വായനക്കാരും എഴുത്തുകാരും ഒക്കെയാണ്. പക്ഷെ ഇതുപോലത്തെ വാക്കുകൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, ആ കസേരയിൽ ഇരുന്നോട്ട് പറയാണ് ഇത്തരം വാക്കുകൾ. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിന്റെ രാഷ്ട്രീയം അങ്ങനെ തരം താഴ്ന്നു പോകാൻ പാടില്ല. കേരളത്തെ കുറിച്ച് ചർച്ച ചെയ്യണം, മാറ്റമുണ്ടാകണം. ഇവരെല്ലാം പറയുന്നത് നമ്മൾ ഈ വ്യവസായ മന്ത്രിയുടെ ഒരു അടിയുണ്ട്. അദ്ദേഹം വന്നതോടുകൂടി 3.5 ലക്ഷം സ്ഥാപനങ്ങൾ തുടങ്ങിയത് കേരളത്തിൽ. ഞാൻ കുറച്ചു നേരം അന്നത്തെ ഇത് കേട്ട അന്ന് കുറച്ചു നേരം ബോധം പോയി. നമ്മുടെ കേരളത്തിൽ അപ്പൊ ഞാൻ നോക്കി 140 ഇൻറ്റു 3 എത്ര 320 അല്ലേ 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 അല്ല 280 ഇൻറ്റു 2 2.5 അല്ലേ, ഏകദേശം 2500. ഒരു നിയോജകമണ്ഡലത്തിൽ 2500 സ്ഥാപനം വന്നു. 3 ലക്ഷം ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു തപ്പിയായിരുന്നു. 2500 സ്ഥാപനം പുതിയതായിട്ട് നമ്മളല്ലേ 1000 ആണെങ്കിൽ 1,40,000 സ്ഥാപനം, 140,000. 2000 ആണെങ്കിൽ 2,80,000. 3.5 ലക്ഷമാണെങ്കിൽ 2500 സ്ഥാപനം ഒരു നിയോജകമണ്ഡലത്തിൽ തുടങ്ങണം. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഒരു 50 എണ്ണം പോലും 25 എണ്ണം പോലും കാണുന്നില്ല, ഒരു സ്ഥലം കാണുന്നില്ല. ഞാൻ അവിടെ സാധനത്തിന് വിളിച്ചു. അപ്പൊ സാധനം അവിടെ ഇല്ലാന്ന്. പിന്നെ IB വിളിച്ചു. മൊത്തം പാർലമെന്റിൽ IBക്ക് ഒരു പിടിയില്ല. സംഭവം എന്താണെന്നറിയാം? സംഭവം എന്താ? കേന്ദ്ര ഗവൺമെന്റ് ഒരു ഭേദഗതി വരുത്തി. അതായത് ഈ സംരംഭങ്ങളുടെ കൂട്ടത്തിൽ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളെ കൂടി കൂട്ടി, കടകളെ കൂടി കൂട്ടി ചേർത്ത്. അപ്പൊ എല്ലാ